അപ്പോൾ തസവുഫ് പറ്റ കുറഞ്ഞു പോയി. അതുകൊണ്ട് ഉണ്ടായിത്തീരുന്ന വലിയ അബദ്ധങ്ങളാണ് നമ്മൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആർക്കും ആരെയും ബഹുമാനമില്ല. ഹൃദയത്തിൽ ഉണ്ടോ കിബിർ, അസദ്, ഉജുബ്, റിയാവ് പോലത്തെ കാര്യങ്ങളാണുള്ളത്. മനസ്സിലായില്ല. നമുക്കങ്ങനെ എനിക്ക് അങ്ങനത്തെ ഒരു എന്നെങ്ങനെ ദഫ് കൂട്ടിക്കൊണ്ടുവരണം. ഞാൻ ദഫ് കൂട്ടി അല്ല, ആളുകൾ പറയാൻ ഞാൻ ദഫ് കൂട്ടിക്കൊണ്ടു, എനിക്കൊരു ദഫ് കൂട്ടിക്കൊണ്ടേണ്ട ആവശ്യമില്ല. ഞാൻ വേഗം മുന്നിൽ ചാടി പാടില്ല ദഫ് കയറ്റിടുമ്പോൾ. പിന്നെ തെക്കുവീറല്ല, ഞാൻ ആരോടും തെക്കുവീറെല്ലാം പറഞ്ഞില്ല. തെക്കുവീറിൽ നിന്നാണ് ഇപ്പോൾ ദേഷ്യം. പല എനിക്ക് തെക്കുവീർ ഞാൻ എന്താ ചെയ്യുന്നത് കുട്ടികളെ? ആൾക്കാർ തെക്കുവീറിന് നിങ്ങൾക്ക് ചെല്ലണ്ടെന്ന് പറയാൻ പറ്റില്ല. തെക്കുവീർ നല്ലൊരു സംഗതിയല്ലേ? ഞാൻ പറഞ്ഞ് ജലിപ്പിച്ചാണ് ഈ തിരക്കിടില്ല. ഞാൻ അതൊന്നും പ്രതീക്ഷിതല്ല. മനസ്സിലായില്ലേ? ഞാൻ ഇങ്ങനെ ദർശ നടത്തി പോകുന്ന ഒരാളാണ്. അതാണ് എൻ്റെ പണി എപ്പോഴും. അത് എന്നോട് ഓതിയലോടൊക്കെ ചോദിച്ചു നോക്കിയാൽ മതി ഞാൻ ദർശ നടത്തുന്ന സ്വഭാവ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത്, ഇത് ദർശൻ്റെ ശൈലി എന്താണെന്നൊക്കെ ഉള്ളത്. അപ്പോൾ അത് ഞാൻ ദർശ നടത്തി പോകണം, അത്ര മാത്രമേ ഉള്ളൂ. വേറെ ഞാനിങ്ങനെ സംസ്ഥാനത്തെ പ്രസിഡൻ്റ് ആകുമ്പോൾ അല്ലെങ്കിൽ അങ്ങനത്തെ വലിയ കൊതികളൊന്നും എനിക്കില്ലായിരുന്നു. പിന്നെ എങ്ങനെ ഈ സ്ഥാനത്ത് എത്തിപ്പെട്ടു, അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ ഞാൻ എന്തെങ്കിലും സെറ്റപ്പ് ചെയ്തു അങ്ങനെയൊന്നും ചെയ്യണതല്ല. ആരും എനിക്ക് വേണ്ടി തെക്കുവീർ ഇല്ലണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പിന്നെ തെക്കുവീറിൽ നിന്ന് വേറെയുള്ള പലർക്കും ദേഷ്യം ഉണ്ടെന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ദേഷ്യമൊക്കെ ഉള്ളവർക്ക് അങ്ങനെ ഉണ്ടാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങളൊക്കെ തെക്കുവീറിന് അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ഞാനങ്ങനെ വലുതാവണമെന്നൊന്നും ഉദ്ദേശിക്കുന്ന ആളല്ല കേട്ടോ. അങ്ങനെ എനിക്ക് ഇന്നോടത്ത് ഇരിക്കണമെന്നില്ല. ഞാൻ ഇപ്പോൾ ഇവിടെ താഴത്തൊന്നും ഇരുന്നാലും എനിക്ക് ഞാൻ പറഞ്ഞ ഈ മറ്റേ കൊണ്ടൊന്നും തന്നെയാണ് ഇല്ല. കാരണം എന്തുകൊണ്ട് ഓരോ കൊടുന്നു വരുമ്പോൾ ബാഡെന്തോ സാധനം ഉണ്ടല്ലോ കൊടുന്നതിന് കൗത്തിലിടണേ. എനിക്കത് ഇടണമെന്നില്ല. ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാൻ അവിടെ ഇരിക്കാൻ, ഞാൻ നിങ്ങളെ കൂടത്തിൽ ഇരിക്കാമെന്ന് ഇന്നവിടെ ഇരിക്കാൻ നിങ്ങൾ അയക്കൂല. അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഞാൻ അവിടെ ഇരിക്കുള്ളൂ, ഇവിടെ ഒന്നും കയറി ഇരിക്കൂല. അപ്പോൾ ഏതായാലും നമ്മൾ പിന്നെ തസവുഫിലേക്ക് ഹൃദയത്തിനെ ശുദ്ധീകരിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കാം. ആ ഹൃദയത്തിനെ ശുദ്ധീകരിക്കൽ ഏറ്റവും വലിയൊരു പണിയാണ്. അതിനൊക്കെ വലിയ നല്ല നല്ല ആളുകളായിട്ട് ബന്ധപ്പെടുമ്പോൾ ചിലപ്പോൾ നമുക്ക് സാധിക്കും. അതിന് പറ്റിയ ആളുകളെ കിട്ടണം. കിട്ടാത്ത കാലത്തോളം അത് ഒരു പ്രയാസം തന്നെയായിരിക്കും. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് നമ്മൾ ദിക്ർ അതിന് പറ്റിയൊരു ദിക്ർ റുക്നുൻ ഖവിയ്യുൻ ഫീ തരീഖിൽ വസൂലി ഇലൽ ഹഖി തആല എന്നാണ്. അള്ളാഹുവിലേക്ക് ചെന്നെത്താനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ദിക്ർ. ബൽഹുവലുണ്ട്. അതുകൊണ്ടാണ് വക്കാന യദ്കുറുല്ലാഹ ഫീ കുല്ലി ഹീൻ, സർവ്വസമയത്തും അള്ളാഹു റസൂലിന് ദിക്റിൽ നിന്ന് പണിയുന്നുണ്ടായിരുന്നു. എപ്പോഴും ദാക്കിരുന്ന റസൂൽ അതാണ്. അപ്പം മഹാന്മാരുടെ സ്വഭാവങ്ങളൊക്കെ അങ്ങനെയാണ്. എപ്പോഴും നമ്മൾ ദാക്കിര്യങ്ങളാകാൻ വേണ്ടി ശ്രമിക്കാം. അതോടുകൂടി ദീനീ പ്രവർത്തനം നടത്തുക, ഇഖ്ലാസോടു കൂടി പ്രവർത്തുക, നല്ല നെയ്യത്തോടു കൂടി നടത്തുക. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. ഒരു വിശുദ്ധമായ സംഘടനൻ്റെ, പോഷക സംഘടനൻ്റെ അനുഭാവികളാണ് നിങ്ങൾ. അതിൻ്റെ പ്രവർത്തകരാണ്, അതിന് നേതാക്കന്മാരാണ്. ഈ ബോധം നിങ്ങളിൽ എപ്പോഴും ഉണ്ടാവണം. ആ നിലക്കുള്ള പ്രവർത്തനങ്ങളാണ് നിങ്ങളിൽ നിന്ന് ഉണ്ടാവേണ്ടതെന്ന് നിങ്ങളെല്ലാവരെയും ഓർമ്മപ്പെടുത്തിക്കൊണ്ടിട്ടു. നിങ്ങൾക്കൊക്കെ ഇവരൊക്കെ പറഞ്ഞു എന്തെങ്കിലും ഒരു പതിവാക്കാൻ പറ്റിയൊരു ദിക്ർ. ഞാനതിൻ്റെ ഒന്നും ആളല്ല. ഞാനതങ്ങനെ ദിക്റൊന്നും പറയലില്ല. ഇവരൊക്കെ ആവശ്യപ്പെട്ടതനുസരിച്ച് എന്നാൽ നിങ്ങൾ ചില ദിക്റുകളൊക്കെ പതിവാക്കിക്കോളിയും. നിങ്ങൾ റസൂലുള്ളാഹിൻ്റെ മേലിൽ എന്നൊരു ഫാത്തിഹ ഓതാം. ഇലാ ഹളറത്തി നബിയ്യിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ ഖുലഫാഉൽ അർബഅത്തിൻ്റെ മേലിലൊരു ഫാത്തിഹ ഓതാം. പിന്നെ മശായിഖു തറായി തരീഖത്തിൻ്റെ മശായിഖന്മാർക്ക് എല്ലാവർക്കും ഒരു ഫാത്തിഹ ഓതാം. പ്രത്യേകിച്ച് പിന്നെ മഹാനാവുന്ന ഷെയ്ഖുനാ ശംസുലുലമൻ്റെ മേലൊരു ഫാത്തിഹ. അത് കഴിഞ്ഞ ശേഷം എല്ലാ മുഅ്മിനീങ്ങൾക്കും വേണ്ടി ഒരു ഫാത്തിഹ ഓതാം. അത് കഴിഞ്ഞ് ഇസ്തിഗ്ഫാർ ഒരു 70 വട്ടം ചെല്ലാൻ കഴിയുന്നില്ല, അങ്ങനെ ചെല്ലാം. അല്ലെങ്കിൽ ഇനി അതൊരു ചുരുക്കി ചെല്ലണമെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ചുരുങ്ങിയത് ഒരു 70 വട്ടെങ്കിലും ചെല്ലാം. ലാ ഇലാഹ ഇല്ലല്ലാഹ് 100 വട്ടം ചെല്ലാം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അതൊരു 33 വട്ടം സ്വലാത്തും ചെല്ലാം. കഴിയുന്ന ആളുകൾ യാ ലത്തീഫ് യാ അല്ലാഹ് ഒരു 129 വട്ടം, ഒരു 41 വട്ടം യാ ഹയ്യു യാ ഖയ്യൂം. അത് നിങ്ങൾ പതുമതി അതൊക്കെ പതിവാക്കുക. പിന്നെ എപ്പോഴും യാ ഖവിയ്യു യാ മതീനു ഫീ ശർറിൽ വാലിമീൻ, അതും പതിവാക്കുന്നത് നല്ലതാണ്. കാരണം നിങ്ങളൊക്കെ പൊതുപ്രവർത്തകരാകുമ്പോൾ പല നിലക്കുള്ള ഷെറുകളുണ്ടാവും. ഈ ഷെറുകളിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പിന്നെ ഏതെങ്കിലും ഒരു ദിഫാഇൻ്റെ ദിക്ർ, അത്
ഹിസ്ബുൽ ബറായാലും വേണ്ടില്ല, ഹിസ്ബുൽ ബഹ്റായാലും വേണ്ടില്ല, ഹിസ്ബുൽ നസറായാലും വേണ്ടില്ല, നിങ്ങൾക്ക് അല്ലെങ്കിൽ വിറുദ് ജിഫായി ആയാലും വേണ്ടില്ല. അതിൻ്റെ ഏടുകളിലൊക്കെ നോക്കിയാൽ കാണാൻ കഴിയും. അത് പതിവാക്കി ചെല്ലുന്നത് നല്ലതാണ്, നിർബന്ധമായി പറയല്ല. നമുക്കിപ്പോൾ എല്ലാം കൂടി ഒന്നും ചെയ്യാൻ കഴിയില്ല. അഹബുൽ അമാലി ഇലല്ലാഹി അദ്വ മുഹാന, ചെയ്യുന്നത് കുറച്ച് ചെയ്താലോ സുന്നത്തായ ഇബാദത്തുകൾ ചെയ്യുമ്പോൾ അതിൻ്റെ രൂപം അങ്ങനെയാണ്. അതോടൊപ്പം ഇത് ഇങ്ങനത്തെ വിരുദുകളൊക്കെ പതിവാക്കി പോകുന്ന ആൾ അതില്ലാതെ മുടക്കാൻ പാടില്ല. ഒരു ദിവസം ചെല്ലാൻ കഴിഞ്ഞില്ലെങ്കിൽ കവാ കൂട്ടണം എന്നാണ് ഇമാം നബവി തങ്ങൾ വരെ പറഞ്ഞിട്ടുള്ളത്. ഒരുത്തനിക്കൊരു വിരുദുണ്ടായി, ഒരു വളീഫത്ത് എനിക്കുണ്ടായാൽ ദിവസം അവൻ പറയണത് ഒരു ദിവസം പറയാൻ കഴിഞ്ഞില്ല, അവൻ അതിനെ കവാ കൂട്ടണം എന്നാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് പിന്നെ തെരീഖത്തിനോട് ബന്ധപ്പെട്ട സംഗതികളൊക്കെ അതല്ല ഇപ്പോൾ തോന്നുന്നത്. ഒരു തെരീഖത്തിനോടൊന്നും ബന്ധപ്പെട്ടുകൊണ്ടുള്ളതല്ല. അത് തെരീഖത്ത് വലിയ സംഭവമാണ്. തെരീഖത്തിൽ കടക്കണമെങ്കിൽ ഒരുപാട് അധികാറുകളുണ്ട്. നിങ്ങൾക്ക് പെടുന്നതിനെ കടന്നു വരാൻ പറ്റിയ ഒന്നല്ലത്. ഇതിങ്ങനെ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് കൊടുക്കണ സംഗതിയല്ലത്. അപ്പോൾ തെരീഖത്തിലുള്ള ദുഖൂലിൻ്റെ ദിക്റുകളുണ്ട്, ഈ കടക്കാനുള്ള ദിക്റുകൾ, കടന്നു കഴിഞ്ഞിട്ടുള്ള പിന്നെ കുറേ അങ്ങനെ ഒരുപാട് ദിക്റുകൾ, ഉസൂലിയായ ദിക്റുകളും ഫൂലിയായ ദിക്റുകളൊക്കെ ഉണ്ട്. അതൊക്കെ ചൊല്ലി കഴിഞ്ഞതിൻ്റെ ശേഷമായിരിക്കും ചിലപ്പോൾ നിസ്കാരത്തിൻ്റെ ശേഷം 12 പറഞ്ഞാൽ മതിയാവും ചിലത്. അപ്പോൾ അതുകൊണ്ട് ഈ 12 പറഞ്ഞ് നിങ്ങൾ നിർത്തണ്ട. ഒന്നുകിൽ ഒരു ദിവസം എപ്പോഴെങ്കിലും ഒരിക്കൽ, അത് രാവിലെയാണ് ഏറ്റവും നല്ലത്, ഇനി ഇഷാമരുവിൻ്റെ അടിയിലായാലും വേണ്ടില്ല. അല്ലെങ്കിൽ പിന്നെ 2 നേരം പറയാൻ കഴിയുന്നില്ല. അങ്ങനെ ഈ പറഞ്ഞ ദിക്റുകളൊക്കെ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളൊക്കെ സാലിഹ്യങ്ങളെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ. പിന്നെ നല്ല ദീനിനെ ഖിദ്മത്ത് ചെയ്യാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നമ്മൾക്ക് ഹൃദയത്തിനെ ശുദ്ധീകരിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. ഞാൻ എല്ലാ സ്ഥലത്തുനിന്നും പറഞ്ഞതാണ്. ഞാൻ വേറെ കാര്യങ്ങളൊന്നും പറയില്ല. കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ആവശ്യം ഉണ്ടാകുമ്പോൾ പറഞ്ഞു. മറ്റത് ഞാൻ എപ്പോഴും എല്ലാ സ്ഥലത്തുനിന്നും ഉപദേശിക്കൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. നമ്മുടെ ദീനി കാര്യങ്ങളൊക്കെ അതിവിടെ പ്രബോധനം ചെയ്യേണ്ട ഈ രൂപമനുസരിച്ച് പ്രബോധനം ചെയ്ത് ജനങ്ങൾക്ക് ഇൽമിനെ പറഞ്ഞു കൊടുത്ത് അവരെ വിശുദ്ധമാവുന്ന അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ആശയങ്ങളും ബിദ്അഈ പ്രസ്ഥാനങ്ങളുടെ ആശയങ്ങളും തമ്മിലുള്ള വ്യത്യാസങ്ങൾ പറഞ്ഞു കൊടുത്ത് വിദ്യാർത്ഥി ഇവിടെ വളരെയധികം അത് ശക്തിപ്പെട്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. ആ വിദ്യാർത്ഥിനെതിരിൽ നമ്മളെ മഹാന്മാരാവുന്ന ഉസ്താദന്മാർ ശബ്ദിച്ചതുകൊണ്ടാണ് ഇന്ന് ഈ കാണുന്ന നിലക്ക് സുന്നി ആദർശം നമുക്ക് ഇവിടെ പിടിച്ചെടുത്താൻ കഴിഞ്ഞത്. മഹാനാവുന്ന ഷെയ്ഖുന കോട്ടുമൽ ഉസ്താദ് പറഞ്ഞതുപോലെ മുജാഹിദ് ജമാഅത്തെ ഇസ്ലാമി പോലത്തുള്ള ഇവിടെ കേരളത്തിൽ വരികയും അവരിവിടെ കാട്ടുതീ പോലെ പടർന്ന് പന്തലിക്കാൻ തുടങ്ങിയതാണ്. അപ്പോഴാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പണ്ഡിതന്മാരും ഒറ്റപ്പെട്ട മറ്റ് പല പണ്ഡിതന്മാരും അവരുമായുള്ള മുവാലാത്തിനോട് ബന്ധപ്പെട്ടുകൊണ്ട് ഫത്വകൾ ഇറക്കിയത്. അതുണ്ടായിട്ടില്ലെങ്കിൽ അതിവിടെ പടർന്ന് പന്തലിക്കുമായിരുന്നു എന്നാണ്. അപ്പോൾ അതിനെതിരുള്ള വലിയൊരു പ്രതിരോധം മഹത്തുക്കളാവുന്ന നമ്മുടെ പൂർവികരാവുന്ന പണ്ഡിതന്മാരിവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അവരിവിടെ ഏർപ്പെടുത്തുന്ന അവർക്കുള്ളതായ ആ റൂട്ടിൽ കൂടി മാത്രം നമ്മൾ സഞ്ചരിച്ചാൽ മതി. അപ്പോൾ ഭൗതികമായ താല്പര്യങ്ങൾ നമ്മൾ കുറക്കുക. വിശുദ്ധമാവുന്ന ഈ ദീനിന് വേണ്ടി വളരെ ഇഖ്ലാസോടു കൂടി നമ്മൾ പ്രവർത്തിക്കുക. സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക. സംഘടനയിൽ ഉറച്ചു നിൽക്കുക. പ്രയാസങ്ങളുണ്ടാവും, പല പ്രയാസങ്ങളുണ്ടാവും. അത് പല നിലക്കുള്ള പ്രയാസം, ചിലപ്പോൾ ജോലി ചിലപ്പോൾ ഉണ്ടായില്ല എന്ന് വരും. അങ്ങനെ അതൊക്കെ ഒരു പല ബുദ്ധിമുട്ടുകളോ എല്ലാവർക്കും ബുദ്ധിമുട്ട് ദുനിയാവ് അങ്ങനെ തന്നെ. റസൂൽ പറഞ്ഞത് എന്താ? റസൂലിനോട് അമ്മാ അസ്സൽക്കും അലൈഹിം മിൻ അജ്റുന്ന, അതുകൊണ്ട് കൂലി വാങ്ങാൻ പാടില്ല എന്നല്ല, അതൊരു കൂലിക്ക് വേണ്ടി ചെയ്യണ പണിയല്ല എന്നുള്ളത്. കൂലി കിട്ടിയാൽ വാങ്ങിക്കൂലി, വാങ്ങണ്ടെന്നല്ല പറയുന്നത്. മനസ്സിലായില്ലേ? ഞാൻ എല്ലായിടത്തും പ്രസംഗിക്കുമ്പോഴൊക്കെ മാലിന്യങ്ങൾക്കൊക്കെ നല്ല ശമ്പളം കൊടുക്കണം എന്ന് പറയലുണ്ട്. അപ്പോൾ അത് പിന്നെ സൗകര്യങ്ങളൊക്കെ അള്ളാഹു അതിൻ്റെ മാർഗങ്ങളൊക്കെ ഉണ്ടാക്കി തരും. അതിൽ നമ്മൾ വിശ്വസിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല കാത്തു രക്ഷിക്കട്ടെ. ഈ ദീനിനെ അള്ളാഹു ഉയർച്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക് ഉയർത്തട്ടെ. സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ ഉയർച്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക് ഉയർത്തട്ടെ. അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന അതിൻ്റെ മഹാന്മാരാകുന്ന സാദാത്തുക്കൾ, പണ്ഡിതന്മാർ, നേതാക്കന്മാർ, മറ്റ് പ്രവർത്തകർ, അനുഭാവികൾ എല്ലാവർക്കും അള്ളാഹു എല്ലാ മേഖലയിലും ഖൈറും ബർക്കത്തൊക്കെ നൽകട്ടെ. നമ്മളെ എല്ലാ പരിപാടികളും അള്ളാഹു വലിയ വിജയത്തിലാക്കി തരട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതിൻ്റെ വിശുദ്ധമായ ദീനിനെ സംരക്ഷിക്കാൻ വേണ്ടി മഹാന്മാർ സ്ഥാപിച്ച ഒരു സംഘടനയാണ്. അപ്പോൾ ഇതിന് മഹാന്മാരുടെ സഹായങ്ങൾ എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും. അതിൽ സംശയം നമുക്കില്ല. സംശയമുള്ള പലരും ഉണ്ടാവും, നമുക്കതിൽ സംശയമൊന്നുമില്ല.
അപ്പോൾ അതുകൊണ്ട് എന്നും ഈ സംഘടന അത് ഉയർന്നുകൊണ്ടേ നിൽക്കും. ഇതിനെ ഒരാൾക്കും നശിപ്പിക്കാൻ സാധ്യമല്ല, ഒരു കാലത്തും നശിപ്പിക്കാൻ സാധ്യമല്ല. ദീനാണ് ഏറ്റവും വലുത്, അങ്ങനെയല്ലേ? ഇത് നമ്മളെ ആഖിറത്തേക്കുള്ള ഒരു പാലാണ്. മഹാന്മാരാവുന്ന ആളുകൾ നമ്മളെ ശഫാഅത്ത് ചെയ്ത് സ്വർഗത്തിൽ വരെ എത്തിക്കാനും അതിന് കഴിയണവരാണ് മഹാന്മാർ. അവരൊക്കെ അങ്ങനെയല്ലേ 70,000 ആളുകൾ സ്വർഗത്തിൻ്റെ വാതിൽക്കൽ വന്നു. സ്വർഗത്ത് കടക്കാൻ വേണ്ടി ലാ യദ്ഖുലു അവ്വലുഹും ഹത്താ യദ്ഖുല ആഖിറുഹും എന്നാണ്. ആദ്യം വന്നവർ കടന്നിട്ട് അവസാനം വന്നവർ കൂടി കടക്കുള്ളൂ. അതിൻ്റെ അർത്ഥം എന്താ? അത് ഇമാം നബവി തങ്ങളൊക്കെ വഹദാ യദുല്ലു അലാ സഅതി ബാബിൽ ജന്ന, സ്വർഗത്തിൻ്റെ വാതിൽ വളരെ വലുതാണ് എന്നതിൻ്റെ മേൽ അറിയിക്കുന്നു. ഈ ഹദീസിനെ ബയാൻ ചെയ്തുകൊണ്ട് മഹാനാവുന്ന ശൈഖുന പറയലുണ്ട്, നബി ഇമാം തങ്ങളെ നിങ്ങൾ ഇത്രയൊക്കെ പറഞ്ഞാൽ മതിയോ? സ്വർഗത്തിൻ്റെ വാതിൽ ഇനി ചെറുതായിക്കോട്ടെ, കടക്കാൻ നേരത്തെ വികസിച്ചാൽ പോരെ. പക്ഷേ സ്വർഗത്തിൻ്റെ വാതിൽ വലുതാണോ ചെറുതാണോ അല്ല ഇവിടെ പറയേണ്ടത്. അതൊരു കാര്യം വേറുണ്ട്. ഇത് യഥാർത്ഥത്തിൽ തെരീഖത്തിൻ്റെ മശായിഖുമാരിലേക്കാണ് ഈ ഹദീസ് ഇശാറത്ത് ചെയ്യുന്നത്. തെരീഖത്തിൻ്റെ മശായിഖന്മാർ സ്വർഗത്തിൻ്റെ വാതിൽക്കൽ വന്നെന്ന് അവർ കടക്കൂല. ലാ യദ്ഖുലുഹു അവ്വലുഹും ഹത്താ യദ്ഖുല ആഖിറുഹും, അവസാനം വന്നവരോട് കടന്നിട്ടല്ലാതെ. ഇതന്നെയാണ് മൊയ്തീൻ ശൈഖ് തങ്ങളും പറഞ്ഞത്. അപ്പോൾ അവരെ മുരീദാരും നരകത്തിലില്ലാന്ന്, അതിന് നരകത്തിനൊരു ലിസ്റ്റ് ഉണ്ട്. ഇത് ലിസ്റ്റ് മുമ്പേ തന്നെ തയ്യാർ ചെയ്യപ്പെട്ട ലിസ്റ്റാണ്. ആ ലിസ്റ്റ് നോക്കി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, മനസ്സിലാക്കണവർക്ക്. അല്ലെങ്കിൽ ആ ലിസ്റ്റ് ചോദിച്ചാൽ കിട്ടും, അത് കൈകാര്യം ചെയ്യുന്ന ആളുകളെ കൊണ്ടിട്ട്. ആ നിലക്ക് സ്വർഗത്തിലേക്ക് അതാണ് ഹവായിജുക്കുമോ മഖ്ദിയത്തുൻ വൈറ അന്നനി ഉരീദുക്കുമോ തംശു തരീഖൽ ഹഖീഖത്തി, ശരിയായ റൂട്ടിൽ കൂടി നിങ്ങൾ സഞ്ചരിക്കണം എന്നാണ്. അപ്പോൾ മഹാന്മാർ ഇവിടെ രേഖപ്പെടുത്തി തന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുസുന്നത്തിൻ്റെയും വിശുദ്ധ ഖുർആൻ്റെ അടിസ്ഥാനത്തിൽ അവർ രേഖപ്പെടുത്തി തന്നതായ ഒരു റൂട്ടുണ്ട്. ആ റൂട്ടിൽ നിന്ന് വ്യതിചരിക്കാൻ പാടില്ല. അതിന് വ്യതിചരിക്കാത്ത നിലക്ക് നിന്ന് പോന്നാൽ നമ്മൾ രക്ഷപ്പെടുത്താൻ അവരൊക്കെ ഉണ്ടാവും. അപ്പോൾ ആഖിറം രക്ഷപ്പെടലാണ് നമ്മളൊക്കെ ലക്ഷ്യം. അതാണ് അബദിയാവുന്നതായ സഅദത്ത്, അതാണ് അബദിയാവുന്നതായ ജീവിതവും. അപ്പോൾ ഈ മരണം എന്ന് പറഞ്ഞാൽ അത് തനിച്ച ഒരു സാധനം ഇല്ലാതെയായി പോവല്ല. അത് ഇന്തിഖാലു ബിദ്ദാരി ഇലാ ദാരിൽ ഉഖ്റ എന്ന, ഒരു നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്കുള്ള മാറി താമസിക്കലാണ്. ഇതിന് ശേഷം ഒരു ജീവിതം ഉണ്ട് എന്നുള്ളത് വിശ്വസിക്കുന്നവരാണ്. അത് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് പണ്ടേനെ തർക്കം. അമ്മയത്തസാഇന്നബൈലയും കണ്ടില്ല. അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്ന കാലഘട്ടത്തിലും ഇതിനെ സംബന്ധിച്ച് വിശ്വാസമില്ലാത്തൊരു 2-3 രൂപത്തിലായിരുന്നു അന്നത്തെ ആളുകൾക്കുള്ള വിശ്വാസം മരണാന്തര ജീവിതത്തിനെ പറ്റി. അപ്പം അത് വിശ്വാസം ഇല്ലാത്ത ആളുകൾ അന്നും ഉണ്ടായിരുന്നു, അത് എന്നും ഉണ്ടാവും. പക്ഷേ നമ്മളെ ഈ ഒരു തത്വം, ഈ യഥാർത്ഥ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ ഈ ആശയാദർശങ്ങൾ ഇതനുസരിച്ച് ഇവിടെ ജീവിക്കാൻ, അത് ജനങ്ങളിലേക്ക് എത്തിക്കാനും വേണ്ടി നമ്മൾ പരിശ്രമിക്കണം. അതിനു വേണ്ടിയാണ് നമ്മളെ സംഘടനകളൊക്കെ. അതിൻ്റെ മാർഗങ്ങളിൽ ചിലപ്പോൾ പല മുള്ളുകളൊക്കെ ഉണ്ടാവും, ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. ആ മുന്നോട്ട് പോവുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എപ്പോഴും നസീഹത്ത് എന്ന് പറഞ്ഞാൽ എല്ലാവരോടും നസീഹത്ത് ചെയ്യണം. ആ നസീഹത്ത് എന്ന് പറഞ്ഞാൽ ഒരാളിൽ കാണുന്നതായ ഒരു അപമാനത്തിന് അവനെ അപമാനിച്ചുകൊണ്ട് പറയലല്ല നസീഹത്ത്. അതിന് നസീഹത്ത് എന്ന് പറയൂല. ഒരാളിലൊരു തകരാറ് കണ്ടാൽ നമ്മൾ അവനെ സ്വകാര്യമായി വിളിച്ച് അവനെ അപമാനിക്കാതെ, മഹാന്മാരൊക്കെ ഉപദേശം അങ്ങനെ ഇല്ലെന്നോ, അതാണ് നസീഹത്ത്. ഫൈദാ നസഹക ഫഹുവ ഹബ്ബക. ഒരാൾ നിന്നോട് നസീഹത്ത് ചെയ്താൽ അവൻ നിൻ്റെ ഹബീബാണെന്ന് നീ മനസ്സിലാക്കിക്കോ. നസീഹത്ത് ചെയ്യാന്ന് തന്നെ ആളെ മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ അപമാനിച്ച് പറയാമെന്നല്ല, നിന്നിൽ നിന്ന് കാണപ്പെടുന്ന സംഗതികൾ. അപ്പോൾ നമ്മളൊക്കെ പല സ്ഥലത്തും ജമാഅത്തിന് കൂടുമ്പോഴും അതല്ലെങ്കിൽ ഖുതുബക്ക് കൂടുമ്പോഴൊക്കെ പല ഖത്തീബന്മാർ ഓതുമ്പോഴുള്ള തെറ്റുകൾ നമ്മൾ കേൾക്കലുണ്ട്. ജമാഅത്തിൻ്റെ ഓത്തിലും അവരെ പിന്നെ ദുആയിലൊക്കെയുള്ള തെറ്റുകൾ, സൂറത്തുകൾ ഓതുമ്പോൾ തന്നെ അതിൻ്റെ തെർത്തീബിലൊക്കെ ഉള്ള തകരാറുകളൊക്കെ ചിലപ്പോൾ ഉണ്ടാകും. ആദ്യത്തെ റക്അത്തിൽ ഓതിയ പിന്നെ ഏതാണ് രണ്ടാമത്തിലോ, ഇങ്ങനെയൊക്കെ ഇതൊക്കെ കണ്ടാൽ നമ്മൾ അവിടെ നിന്നൊന്നും ഉപദേശിക്കില്ലല്ലോ. നമുക്ക് അയാൾ നമ്പർ അറിയെങ്കിൽ നമ്പർ അല്ലെങ്കിൽ നമ്മൾ ചോദിച്ചു പോകും, അല്ലെങ്കിൽ അയാൾ സ്വകാര്യമായി വിളിക്കും. അതാണ് നസീഹത്ത് എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് ഇതാ നസഹക ഫഹുവ ഹബ്ബക, അവൻ ഇന്നെ ഇഷ്ടപ്പെട്ടു. പക്ഷേ എല്ലാവർക്കും അത് ഇഷ്ടപ്പെടില്ല. ഒമൻ ദാഹനക്ക ഫക്കത് വശക്കാന്ന, അന്നെ ചൊറുക്കു കൂട്ടി പറയാം,
അന്നെ പൊക്കി പറയാം, അന്നെ എണ്ണ തേച്ച് സോപ്പിട്ട് പറയാന്നൊക്കെ കേട്ടിട്ടില്ലേ? ഈ പണി ചെയ്താൽ അവനെ പറ്റിയിട്ട് വിചാരിക്കും ഇവൻ കുഴപ്പമില്ല, ഇവനാണ് എൻ്റെ സ്വന്തം ആള് എന്ന്. പക്കത്ത് വർഷമൊക്കെ അവൻ ചതി കൊണ്ട് ഈ പെടുത്തുന്നതാണ്. അപ്പം എപ്പോഴും നമ്മളെ ചുറ്റുവട്ടം പലരും കൂടിക്കൊണ്ട് നമ്മളെ പൊക്കി പറഞ്ഞവരുണ്ടാവും. ആ പൊക്കി പറഞ്ഞവനെ നമ്മൾ ഒരിക്കലും എന്താക്കാൻ പാടില്ല, അംഗീകരിക്കാൻ പാടില്ല. അവൻ്റെ ചതിയിൽ നമ്മൾ പെടാനും പാടില്ല. ഒമൻ ലം യഖ്ബൽ നസീഹത്തക് ഫലൈസ ഹുവ ബിഅഖില്ലക്. നീ പറയണത് കേൾക്കാത്തവൻ, നീ നസീഹത്ത് ചെയ്തിട്ട് സ്വീകരിക്കാത്തവൻ അവൻ നിൻ്റെ സുഹൃത്തുമല്ല എന്ന്. അപ്പോൾ നമ്മൾ നസീഹത്ത് ചെയ്യണം. നസീഹത്ത് ചെയ്യുമ്പോൾ ഈ നാസിഹിനെ മൻസൂഹ് ആരാണോ, ആരോടാണ് നസീഹത്ത് ചെയ്യപ്പെടുന്നത് അവനെ വഷളാക്കണ നിലക്കാവരുത്. അതുകൊണ്ടാണ് മഹാനാവുന്ന മൊഹീദ്ദീൻ ശൈഖ് തങ്ങൾ പറഞ്ഞു മൻ അഹ്ദ ഇലയ്യ സിർറീൻ. അപ്പോൾ അതൊരു രഹസ്യമായി കൈകാര്യം ചെയ്യേണ്ട ഒരു സംഗതിയാണ്. അപമാനിച്ചുകൊണ്ട് ജനങ്ങളെ വഷളാക്കിക്കൊണ്ട് പറയാം, അത് ശരിയല്ല. അപ്പം ഇന്നത്തെ ഈ കാലഘട്ടം അങ്ങനെയുള്ള എല്ലാവരും വഷളാക്കാൻ വേണ്ടി അതിനു വേണ്ടി പലതും ഉപയോഗിക്കുന്നതായ ഒരു കാലഘട്ടം. അപ്പം അത് നമുക്ക് ഉണ്ടാവേണ്ടതായ സ്വഭാവങ്ങളല്ല. അപ്പോൾ നമ്മൾ എപ്പോഴും ഒരു മുത്തഖീങ്ങളായി കൊണ്ട് ജീവിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. മുത്തഖീങ്ങളായി ജീവിച്ചാൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ നിലക്കുള്ള ഉയർച്ചയും നമുക്ക് തരും. ഇത് അല്ലാഹുവിൻ്റെ വാഗ്ദാനമാണ്. അപ്പോൾ അതുകൊണ്ട്